എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പഴമക്കാർ വാമൊഴിയായിട്ട് കുറേയധികം പഴഞ്ചൊല്ലുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എക്കാലത്തും റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചൊല്ലുണ്ട്: മുറി വൈദ്യൻ ആളെ കൊല്ലും. ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ചിലതിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അക്യൂപഞ്ചറിലൂടെ പ്രസവം എടുക്കാൻ വേണ്ടി ശ്രമിച്ച യുവതി മരണപ്പെട്ടു. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ കൊല്ലവും ഇതേ സമയത്തെങ്ങാണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു യുവതി മരണപ്പെട്ടിരുന്നു. ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്യൂപഞ്ചർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളിൽ പലരും മുറിവൈദ്യന്മാരാണ്. സിമ്പിളായി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒരു മുറി അറിവ് എവിടെ നിന്നോ വാമൊഴിയായിട്ടൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുകയാണ് അവർ. അതൊരു വലിയ ശാസ്ത്ര ശാഖയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് സ്റ്റഡിയും ഇല്ല, ഒരു റിസർച്ചും ഇല്ല. വെറുതെ വാമൊഴിയായിട്ടും അതേപോലെ തന്നെ അനക്ഡോട്ടലായിട്ടുള്ള എവിഡൻസുകൾ കൊണ്ടും പ്ലാസിബോ എഫക്റ്റുകളുടെ പിന്തുണ കൊണ്ടും ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ കാര്യത്തിൽ അവരോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ചില ഹോമിയോ വിദ്വാൻമാരുണ്ട്, ആയുർവേദ വിദ്വാൻമാരുണ്ട്. എന്നാൽ ഇവരെയൊക്കെ കടത്തി വെട്ടുന്ന മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റവുമായിട്ട് ചില ആളുകൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവർ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അവരാണ് ഈ ഫിറ്റ്നസ് കോച്ചുകളിൽ ചില ആളുകൾ. അതേപോലെ തന്നെ ജിമ്മിൽ പോയിട്ടുണ്ട്, വെയിറ്റ് എടുക്കുന്നുണ്ട്, ചില ആളുകളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്വയമായിട്ട് ഒരു ഡോക്ടറായിട്ടും ഡയറ്റീഷ്യനായിട്ടും സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ പരിപാടികൾ ഭീകരമാണ്. കൊളസ്ട്രോൾ അൺഹെൽത്തി ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞത് LDL-നെ HDL-ന്റെ ബേസിലാണ്. അതൊരു ലിപ്പോപ്രോട്ടീൻസ് മാത്രമാണ്. അപ്പം അതിന്റെ ബേസ് ഒരിക്കലും നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ കൊളസ്ട്രോൾ ഇത്ര കുറ്റപ്പെടുത്തുന്നു ചോദിച്ചാൽ ഇതിന്റെ ഡ്രഗിന്റെ ലാഭം കാരണമാണ്. ഞങ്ങൾ ഏകദേശം ഒരു ദിവസം 1 കിലോ ബീഫൊക്കെ കഴിക്കും. ഈ ബീഫ് കഴിച്ചാൽ ഫാറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയണമെങ്കിൽ ഞങ്ങളുടെ മേത്തൊക്കെ ഫാറ്റ് ആണ്. പണ്ടത്തെ ആൾക്കാർ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ പോവാം. അപ്പോൾ വേട്ടൊക്കെ അവിടെയും ഒരു മാനിനൊക്കെ പിടിച്ചിട്ട് ഒരു കുക്ക് ചെയ്യുമ്പോൾ ഓലിങ്ങനെ ആലോചിച്ചാ അല്ല ഫൈബർ ഇല്ലല്ലോ, ഫൈബർ എസെൻഷ്യൽ ആണല്ലോ. കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യവും പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന 2 കൊല്ലം കൊണ്ടാണ് ഓവർ വെയിറ്റ് ആയത്. അപ്പോൾ എൻ്റെ ഭക്ഷണശീലങ്ങൾ അതേപോലെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അതൊക്കെയാണ് എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. നിങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട്. ഹൃദയാഘാതം കൊണ്ട് വളരെ യങ്ങായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു. കുടുംബത്തിലെ ബ്രെഡ് വിന്നറുടെ അകാലത്തിലുള്ള മരണം കുടുംബത്തിൻ്റെ മുഴുവൻ താളത്തെയും തെറ്റിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിൻ്റെ ദൈനംദിന ചെലവുകൾ, പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ ഒരു സംരക്ഷണം, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ടേം ഇൻഷുറൻസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആരോഗ്യമുള്ള സമയത്ത് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ അഭാവത്തിലും അത് വലിയൊരു സാമ്പത്തിക സുരക്ഷ നൽകും. അധികം പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അതായത് 820 രൂപ മുതൽ തുടങ്ങുന്ന മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകളുണ്ട്. ഞാനായിട്ട് ഇന്ന കമ്പനിയുടെ ടൈം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം എന്നൊന്നും പറയില്ല. ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിലുള്ള 51-ലധികം കമ്പനികളുടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടൈം ഇൻഷുറൻസ് കമ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് നിങ്ങൾ ടൈം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ ചെലവ് കുറച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ടൈം ഇൻഷുറൻസ് എടുക്കാം. NRIs ഒക്കെ ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ 18% GST അടയ്ക്കേണ്ടെന്ന അധിക ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ പ്രീമിയം ആനുവലി പേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 5% വരെ അധിക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അങ്ങനെ മൊത്തം 23% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് NRI ടേം ഇൻഷുറൻസ് എടുക്കാം. ടേം ഇൻഷുറൻസ് ഒരു അധിക ചെലവായിട്ട് കരുതേണ്ടതില്ല. എല്ലാ ആളുകൾക്കും അനുവദിച്ച് കിട്ടുന്ന ഒരു സൗകര്യമല്ല ടേം ഇൻഷുറൻസ് എന്നുള്ളത്. നിങ്ങളുടെ ജോലിയും അതേപോലെ തന്നെ വരുമാനവും എന്നീ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് ഒരു കമ്പനി ഓഫർ ചെയ്യുന്നത്. സാധാരണയായി വിദേശത്തൊക്കെ 85 വയസ്സ് വരെയുള്ള പ്ലാനുകളാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ 99 വയസ്സ് വരെയൊക്കെയുള്ള കവറേജ് ഉള്ള പ്ലാനുകൾ ലഭ്യമാണ്. അതായത് ആജീവനാന്തം. ഇനി മരണത്തിന് മാത്രമല്ല, ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ വന്നാൽ, അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാൽ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്സിഡന്റ് ഡിസേബിലിറ്റി റൈഡർ, ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്നിവയൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനും ഈ കൂടെ സാധിക്കും. കൂടുതൽ അറിയാനും NRI ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. ഒരു പെൺകുട്ടി വാട്ടർ ഡയറ്റ് എടുത്തിട്ട് മരണപ്പെട്ടു. ഷെയ്ൻ വോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അഭ്യൂഹമൊക്കെ ഡയറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽപ്പുണ്ടായിരുന്നു. അതുപോലെ കീറ്റോ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഒരു ബംഗാളി നടി മരണപ്പെട്ട ഒരു വാർത്തയും കേട്ടിരുന്നു. ഇത് 2 3 മരണമല്ലേ ഉള്ളൂ, ഇതാണ് അത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുന്ന ലൈഫ് സ്റ്റൈൽ കോച്ചുകളും അതേപോലെ തന്നെ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും. ഇപ്പോഴും ഈ പറയുന്ന മന്തിയും
ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാ കഴിക്കുന്നത്, മനസ്സിലായി, എല്ലാം തിന്ന് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷ്യ വൈവിധ്യ വിപ്ലവത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത് എന്ന് തോന്നിപ്പോകും. പി വി അൻവർ പറഞ്ഞതുപോലെ മന്തി കഴിച്ച് കറങ്ങി നടക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ ഐസ്ക്രീം പൊരിച്ച് കഴിക്കുന്ന ആളുകൾ. എന്നാൽ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല, ഇതാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് കഴിച്ചാൽ ഉടനെ തട്ടിപ്പോകും എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതെല്ലാം കഴിച്ചാൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് നിലനിർത്താം, എൻ്റെ അടുത്തേക്ക് വരൂ, ഇത്ര പൈസ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെ മൊത്തത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടണമെന്നുണ്ടെങ്കിൽ, ആളുകൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ മുറി അറിവാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നിങ്ങൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ അത് പകുതിയിലധികമോ പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള, കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യുന്ന, പരിഷ്കരിക്കപ്പെടുന്ന മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ധാരാളമായിട്ടുള്ള ഹെയ്റ്റ് ഉള്ളത്. ഈ മുറി അറിവുകാർക്ക് വലിയ അക്സെപ്റ്റൻസ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു ഹെൽത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ മുഴുവൻ നെഗറ്റീവ് കമന്റ് ആയിരിക്കും. ഈ പാവപ്പെട്ട ഡോക്ടേഴ്സൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതോ വലിയ ബാഹ്യശക്തികളുടെ പ്രൊമോട്ടേഴ്സ് ആണ് ഈ പാവങ്ങൾ എന്നൊക്കെ ഇവരങ്ങ് പറഞ്ഞു കളയും. ഈ പഠനത്തിനും അതേപോലെ തന്നെ അവരുടെ എഫേർട്ടിനും കാര്യമായിട്ടുള്ള വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. അതൊരു റിയാക്ഷൻ ആണ്. ആ ഒരു റിയാക്ഷൻ ഇതാണ്. ഇതുപോലെയുള്ള ചില ഇൻസ്റ്റാ കോഴ്സുകളുടെയൊക്കെ വർത്തമാനം കേട്ടിട്ട് റെഡ് മീറ്റ് ഒക്കെ അമിത അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തെളിയിക്കപ്പെടാറുണ്ട്. ഇദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു തെറ്റുണ്ട്. ഇങ്ങനത്തെ സ്റ്റഡീസ് ഒക്കെ വരുന്നത് 3 ടൈപ്പാണ്: എപ്പിഡിയോമിയോളജിക്കൽ സ്റ്റഡീസ്, ഒബ്സർവേഷണൽ സ്റ്റഡീസ്, അതേപോലെ സെൽഫ് റിപ്പോർട്ടിംഗ് സ്റ്റഡീസ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും വീക്കായ സ്റ്റഡീസ് ആണിത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു സാധനം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് കോറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും, കോസേഷൻ പറയാൻ പറ്റില്ല. പിന്നുള്ളത് പ്രോസസ്ഡ് മീറ്റാ. പ്രോസസ്സിന്റെ മീനിങ് എന്താ? അതിലേക്ക് എന്തെങ്കിലും ചേർത്താലല്ലേ പ്രോസസ് എന്ന് പറയാം. അപ്പൊ ആ ചേർത്ത സാധനത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ മീറ്റിന്റെ പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഓരോ സ്പോൺസേർഡ് സ്റ്റഡീസ് വെച്ചിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാല് അത് നമ്മൾ പൊട്ടനാവുന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. റെഡ് മീറ്റ് ഒക്കെ അമിത അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. റെഡ് മീറ്റ് കൂടുതലായി കഴിക്കുന്ന ആളുകൾക്ക് കോളൺ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുക വലിക്കുന്ന എല്ലാ ആളുകൾക്കും ക്യാൻസർ വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മദ്യം കഴിക്കുന്ന എല്ലാ ആളുകളുടെയും ലിവർ അടിച്ചു പോകും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. സാധ്യതകളാണ് പറയുന്നത്. റിസർച്ചിലൂടെ കണ്ടെത്തുന്ന ഈ ഒരു സാധ്യതകളെ മുൻനിർത്തിയിട്ടാണ് ആരോഗ്യ മേഖല പലപ്പോഴും ഒരു പ്രിക്കോഷണറി മെത്തേഡൊക്കെ എടുക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ. എന്നാൽ ഇൻസ്റ്റാ കോഴ്സുകൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഡയറ്റാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഡയറ്റ് ബീഫ് ഡയറ്റാണ്. അതിനെ കാർണിവോ ഡയറ്റ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. പക്ഷെ അദ്ദേഹം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ബീഫിനെയാണ്. അദ്ദേഹത്തിന് നമുക്ക് ബീഫ് ഡയറ്റിന്റെ വക്താവ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ബീഫ് ഡയറ്റ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് ആർക്കാണ്? എല്ലാ ആൾക്കാർക്കും. അയാൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ബീഫ് ഡയറ്റ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാ കോച്ചുകളുടെ മെയിനായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളൊരു കോച്ച് ഉഡായിപ്പാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അയാൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതലായി ഏതെങ്കിലും ഒരു ഫുഡ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വേറെ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് ഐഡിയ ഉണ്ടാവില്ല. ഇവർക്ക് കുക്കിംഗ് ആയിരിക്കും മെയിനായിട്ട് അറിയാവുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു ദിവസം 1 കിലോ ബീഫൊക്കെ കഴിക്കും. ഈ ബീഫ് കഴിച്ചാൽ ഫാറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയണമെങ്കിൽ ഞങ്ങളുടെ മേത്തൊക്കെ ഫാറ്റാണ്. പണ്ടത്തെ ആൾക്കാർ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ പോവാം. ഒരു വേട്ടൊക്കെ അവിടെയും ഒരു മാനിനൊക്കെ പിടിച്ചിട്ട് ഒരു കുക്ക് ചെയ്യുമ്പോൾ ഓലിങ്ങനെ ആലോചിച്ചാ ഫൈബർ ഇല്ലല്ലോ, ഫൈബർ എസെൻഷ്യൽ ആണല്ലോ. ഇൻസ്റ്റന്റ് കോച്ചുകളെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഞാൻ ആളല്ല. ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഒരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് സമൂഹത്തിൽ വരാൻ സാധ്യതയുള്ള ചില ത്രെട്ടുകളെ കുറിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ ഒരു സോഴ്സ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ ചില സാധ്യതകളെ കുറിച്ചിട്ട് പറഞ്ഞത്. അതിനെ നിരാകരിക്കുന്ന ഇൻസ്റ്റന്റ് കോച്ചുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, അവരുടെ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഉത്തരം. എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നോട് പലരും അങ്ങനെ പറഞ്ഞ് ആർഗ്യുമെന്റ് ചെയ്യുന്ന കാണാം. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ ഒരു 10-20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് എല്ലതും ആയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ പഠിക്കുക, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളത് ഒന്നും കൂടി നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആക്കുക. പഴയ അറിവുകളും പുതിയ അറിവുകളും എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക.
ഈഗോ കുറച്ച് ഇറക്കി വെച്ചിട്ട് പുതിയ ആൾക്കാർ വരുമ്പോഴും അവരുടെ അടുത്ത് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതും പഠിക്കും. പുതിയ ഒരാൾ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന പുതിയ അറിവുകൾ എടുത്ത് എല്ലാ ആളുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി ആരോഗ്യ മേഖലയിലില്ല. ടെക്നോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല്, ഒരു സോഫ്റ്റ്വെയർ സ്കില്ല് ആർജിച്ചു, നിങ്ങളൊരു പുതിയ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു, അതൊന്നും ആരെയും ഡയറക്റ്റ്ലി ബാധിക്കുന്നില്ല, ആരുടെയും ജീവൻ പോകുന്ന ഒരു കേസ് അല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് പരീക്ഷിക്കാം. പക്ഷെ ആരോഗ്യ മേഖലയിൽ അങ്ങനെയല്ല. അവിടെ എക്സ്പീരിയൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. 2 മാസം മുൻപാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പതിവില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തലകറക്കമൊക്കെ. എന്താണ് ഈ തലകറക്കം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് അറിയാൻ വേണ്ടി വൈഫ് ഫിസീഷ്യനാണ്, MD ജനറൽ മെഡിസിൻ ആണ്. അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി അന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനം വെച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ടെസ്റ്റിന് എന്നെ പറഞ്ഞു വിടും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരി അടുത്തുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് ടെസ്റ്റുകളൊക്കെ നടത്തിയതും അതിൻ്റെ റിസൾട്ട് വന്ന സമയത്താണ് മനസ്സിലായത് കൊളസ്ട്രോൾ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കുറേയധികം ടെസ്റ്റുകളിൽ കൂടെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. എനിക്ക് നഷ്ടം ഒരിത്തിരി ചോരയാണ്. അവർ ആ ചോര എടുത്ത് പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തി തന്നു. ഈ മുറി വൈദ്യന്മാർ പറയുന്നത് പോലെ അപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് കുറേയധികം മരുന്നുകൾ എഴുതി തന്നോ? ഇല്ല, ഒരു മരുന്നും എഴുതി തന്നില്ല. എന്നോട് പറഞ്ഞത് ലൈഫ് സ്റ്റൈലിൻ്റെ ആണ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. അതേപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ സ്ഥിരമായിട്ട് വീക്കെൻഡിലൊക്കെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഫാറ്റി ലിവർ എനിക്ക് വന്നതിൻ്റെ കാരണത്തെക്കുറിച്ചിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഫുഡ് ഹാബിറ്റുകളൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റേണ്ടതുണ്ട്. ഇത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തതുകൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇത് ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റികളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രശ്നവും എനിക്ക് ശരീരത്തിൽ എവിഡൻ്റ് ആയിട്ട് തോന്നിയില്ല. വർക്കൗട്ട് കുറേ കാലം ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടാവും എന്ന് വിചാരിച്ച് എനിക്ക് മുന്നോട്ടേക്ക് പോകാമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ടെസ്റ്റുകൾ നടത്തിയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പ്രിക്കോഷൻ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയറ്റിൽ എന്തെങ്കിലും ഒരു പുതിയ എക്സ്ട്രീം ആയിട്ടുള്ള പുതിയൊരു കാര്യം കൊണ്ടുവരുന്നതിന് മുൻപ് ചില ടെസ്റ്റുകളൊക്കെ അത്യാവശ്യമാണ്. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ബോക്സിൽ നിന്ന് കാണിക്കാം. ബ്രോ, ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, കോച്ച് ഹാഷിമിനോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എങ്ങനെയാണ്? യെസ്, ഒരു കുഴപ്പമില്ല. ഒരു സാധാരണ ആരോഗ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിയേറ്റിൻ ഡെയിലി സപ്ലിമെൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിൽ എടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കണ്ടുപിടിക്കാത്ത രീതിയിൽ കിഡ്നിക്കോ ലിവർ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല. എന്നാൽ അത് കണ്ടുപിടിക്കേണ്ടത് ഒരു ടെസ്റ്റിൽ കൂടെയാണ്. ആ ഒരു ടെസ്റ്റെങ്കിലും നടത്തിയതിന് ശേഷം ചുമ്മാ അടിച്ചു ധൈര്യമായിട്ട് കഴിച്ചു എന്ന് പറയുന്നതാണ് ഒരു മര്യാദ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന സമയത്ത്. എന്നാൽ ഈ മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്ന ആ ഒരു പരിപാടി ആയതുകൊണ്ട് പുള്ളിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല. കോച്ചല്ല, കോക്കി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പറയും, കുക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു കോക്കി മാത്രമാണ് ഇവർ, കോച്ചല്ല. ഇവർക്ക് ഫുൾ ടൈം മറ്റേ ബീഫിനെ കുറിച്ചിട്ടോ പോർക്കിനെ കുറിച്ചിട്ടോ ചിക്കനെ കുറിച്ചിട്ടോ പറയാനായിട്ടുള്ള അറിവേ ഉള്ളൂ. നല്ല രീതിയിൽ ബീഫ് കൂടുതലായിട്ട് കഴിച്ചിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ വയറ്റിൽ നിന്നും പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും ഇത് സൂപ്പറാണ്, ഡൈജഷൻ പക്കയാണ്. ആര് പറഞ്ഞു ഇത് ഡൈജഷൻ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത്? പുള്ളിയുടെ ഒരു പരിപാടിയിൽ എല്ലാ മനുഷ്യന്മാരും സമന്മാരാണ്. സമത്വമൊക്കെ നല്ലതാണ്, പക്ഷെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഒരേ തരത്തിലുള്ള ആരോഗ്യം ഉള്ള ആളുകളാണെന്ന് വിചാരിച്ചിട്ട് സജഷൻസ് കൊടുക്കരുത് എന്നുള്ളതാണ് എളിയ റിക്വസ്റ്റ്. ഞാൻ കൂടുതൽ റിസർച്ച് സ്ക്രീൻഷോട്ടുകളൊന്നും ആഡ് ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പുള്ളി അതെല്ലാം സ്പോൺസേഡ് സ്റ്റഡീസ് ആണ് എന്നുള്ളത് പറയും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ആരോപണം നേരിടുന്ന ഡയറ്റാണ് ഈ കാർണോ ഡയറ്റ്, കീറ്റോ ഡയറ്റ് എന്നീ സംഭവങ്ങളൊക്കെ. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന ആളുകളിലാണോ ഫണ്ട് ഉള്ളത്, അതോ മീറ്റ് ലോബീസിൻ്റെയിലാണോ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉള്ളത്? പ്രോസസ്ഡ് മീറ്റ് ലോബീസും അല്ലാത്ത മീറ്റ് ലോബീസും കാര്യമായിട്ടുള്ള ഫണ്ട് ഇറക്കിയിട്ട് ഇതുപോലുള്ള ഡയറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷനാണ്. അതാണ് കുറച്ചും കൂടെ നമുക്ക് വിശ്വസിക്കാനായിട്ട് തോന്നുന്ന ഒരു ആരോപണം. ഈ പ്രോസസ്ഡ് മീറ്റ്സ് 40% കൂടുതൽ കൊളോൺ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നാലും 30% ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉള്ളൊരു കാര്യമായിട്ട് റെഡ് മീറ്റിന് പറയുന്നുണ്ട്. ഈ 10% എക്സ്ട്രാ ഉള്ളൂ എന്നുള്ളതാണ് പ്രോസസ്ഡ് മീറ്റ് ലോബീസിൻ്റെ ഒരു വാദം. അത് അതിൽ ചേർക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് വാദിക്കാൻ വേണ്ടി ചില ഇതുപോലുള്ള ഇൻസ്റ്റന്റ് കോച്ചുമാരും ഉണ്ട്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് മാത്രമായി എടുത്തു പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തോട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടല്ല. ഈ ഒരു പ്രൊഫൈലിൽ എല്ലാം ഉണ്ട്, എല്ലാ വിഡിതരങ്ങളും ഒരിടത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് എടുക്കുന്നത്. കടയിലൊക്കെ പോയി ബീഫ് വയ്ക്കുമ്പോ എന്താ ശ്രദ്ധിക്കണ്ടേ? ആദ്യം കടയിൽ പോയിട്ട് എവിടുന്ന കുക്ക് ചെയ്യണ നോക്കിട്ട് അവരോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ആണോ ഉണ്ടാക്കണെന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞു വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ സേഫസ്റ്റ് ഓയിൽ മാത്രമല്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ചില സാധനങ്ങൾ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇത് കീറ്റോയോ അല്ലെങ്കിൽ കാർണിവോയോ ഒന്നല്ല, ബീഫ് ഡയറ്റ് ആണ്. ബീഫിന്റെ പല വെറൈറ്റീസ് ധാരാളം മസാലയൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന
ഒരു ഡയറ്റിനെ നമുക്ക് ഒരു പുതിയ മോഡലായിട്ട് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. മൊത്തം കട്ട് ചെയ്യാം, എന്നിട്ട് ഇത് എടുത്തിട്ട് ഹാഫ് കട്ട് ചെയ്യും. സ്മോക്ഡ് ആയി എന്നുള്ളതിന്റെ പ്രൂഫാണത്. ഈ ഒരൊറ്റ ഐറ്റം കഴിക്കണമെങ്കിൽ നിങ്ങൾ 16 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ അലുവ കഷ്ണം പോലെ കിടക്കുന്ന സാധനമാണ് ബീഫ് ബ്രിസ്ക്കറ്റ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് ബീഫ് ബ്രിസ്ക്കറ്റ്. ബീഫ് മാത്രമല്ല, ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. മലപ്പുറത്തുള്ള ഞങ്ങൾ കോഴിക്കോടെത്താൻ കാരണം ബൂച്ച മീറ്റ്സ് ആണ്. ഇവർ ഈ കാണുന്ന മിഷനിൽ 7 മാസത്തോളം എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നാച്ചുറൽ ഏറ്റവും ബെസ്റ്റ് ഫുഡായ റെഡ് മീറ്റിന് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ കുക്കിംഗ് രീതി. ഒരാഴ്ച നോക്കിയപ്പോൾ തന്നെ നല്ല മാറ്റം, 4 കിലോ കുറഞ്ഞാണ് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ. ഇപ്പൊ ഏകദേശം 92 ഇപ്പം എത്തിക്കുന്നത് ഒരു 76-ലാണ്. ഏകദേശം 15 കിലോ കുറഞ്ഞു. 15 കിലോന്റെ മുകളിൽ തന്നെ കുറവുണ്ടാവും. എനിക്ക് പേടിയുള്ള സാധനമാണ് ബീഫ് കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടുമല്ലോ, അതുകൊണ്ട് കഴിക്കൂല. മത്തി കഴിക്കൂല, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചേക്കാം. മട്ടൻ, റെഡ് മീറ്റ് ഒന്നും കഴിക്കണില്ല. അപ്പൊ റെഡ് മീറ്റ് കഴിച്ചാണ്ട് നമുക്ക് ഡയറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. മയോണീസ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഒഴിവാക്കി, പക്ഷെ പകരം ചീസ് കിട്ടി. അപ്പോൾ ചീസ് വന്നപ്പോൾ ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റും. പ്രോട്ടീൻ ഇൻടേക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടാകുന്ന സമയത്ത്, ഫാറ്റ് ഇൻടേക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫീൽ ഉണ്ടാവുകയും നമ്മൾ കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറയുന്നത് നമുക്ക് ലോജിക്കലി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള ഡയറ്റാണോ ഇവിടെ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. വിട്ടേക്ക്, ഇവരോട് നമുക്ക് സയന്റിഫിക് സർക്കിളുകളിൽ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഫൈബർ ഇല്ലല്ലോ, ഫൈബർ എസെൻഷ്യൽ ആണല്ലോ. പണ്ടത്തെ ആൾക്കാരൊന്നും ഫൈബർ ഒന്നും കഴിച്ചിട്ടല്ല ഓരോ ഡൈജസ്റ്റ് റെഡി ചെയ്തും കാര്യങ്ങളൊക്കെ. ഇവർ പടച്ചോനെ ഇത് എന്താണ്, പണ്ടൊക്കെ ആളുകൾ വേട്ടയാടിയല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് കഴിക്കരുത് കൊളസ്ട്രോൾ വരുമെന്നൊക്കെ ആരോടാണ് പറയണമെന്നൊക്കെ ചോദിക്കണ ആളുകളോട് നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ച് ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലേ മറ്റേ അക്കൂസ് മഞ്ചർ കാക്കാസും പറയുന്നത്, പണ്ടൊക്കെ എന്തോരം പെണ്ണുങ്ങൾ എന്തോരം പറ്റിട്ടുണ്ട്, ഇന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയേണ്ട വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോരം പെണ്ണുങ്ങൾ പെറ്റ സമയത്ത് എന്തോരം കുട്ടികളും പെണ്ണുങ്ങളും മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തോ ആഗോള അജണ്ടയാണ്, ദാറ്റ് സ്പോൺസേഡ് സ്റ്റഡീസ് എന്ന് കാക്കാസ് അവർ ഒരു മടിയില്ലാതെ വിളിച്ച് പറയും. കറിവയ്ക്കകത്ത് ഇയാൾ പറയുന്ന പോലെ ബീഫ് എങ്ങനെയെങ്കിലും കയറ്റുക എന്നുള്ളതല്ല, കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മീറ്റ്, ബീഫ്, ചിക്കൻ, ടർക്കി, ലാമ്പ്, പോർക്ക്, ഓർഗൻ മീറ്റ്സ്, ലിവർ, കിഡ്നി, സ്വീറ്റ് ബ്രെഡ്, ട്രൈപ്പ്, ഹെഡ്, ബ്രെയിൻ, ഫിഷ്, സാൽമൺ, മാക്രിയൽ, സാർഡൈൻസ്, ക്രാബ്, ലോബ്സ്റ്റർ, തിലോപ്പിയ, herring, etc. Other animal products, eggs, lard, bone marrow, bone broth, etc. Low lactose dairy in smaller amounts, heavy cream, hard cheese, butter, etc. and water. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, ബീഫ് മാത്രം. ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് ഹെൽത്ത് ലൈൻ്റെ ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഹൈ ഇൻ ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് സോഡിയം. Given that the carnivore diet consists solely on animal foods, it can be high in saturated fat and cholesterol. Saturated fat may rise your LDL, bad cholesterol, which may increase your risk of head disease. May rise എന്നാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പം അയാൾക്കില്ല. മറ്റേ അയാളുടെ കൂടെയുള്ള മെയിൻ കോച്ച് തൊലി പിടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ടല്ലേ കൊളസ്ട്രോൾ ഒന്നും ഇല്ല എന്നുള്ളത്. അതേപോലെ റീസെൻറ്റ് സ്റ്റഡീസ് ഈ ഹെയർ ഡിസീസ് റിസ്ക്കും സാച്ചുറേറ്റഡ് ഫാറ്റുമായിട്ടുള്ള കണക്ഷൻ പഴയതുപോലെ തന്നെ അത്ര എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്ന ചില സ്റ്റഡീസും വരുന്നുണ്ട്, പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്റ്റിൽ കൺസ്യൂമിങ് ഹൈ എമൗണ്ട്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഓൺ ദ കാർണിവോർ ഡയറ്റ് മേ ബി ഓഫ് കൺസേൺ. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. നോ റിസർച്ച് ഹാസ് അനലൈസ്ഡ് ദ ഹെൽത്ത് എഫക്ട്സ് ഓഫ് ഈറ്റിംഗ് ആനിമൽ ഫുഡ് എക്സസീവ്ലി. ദെയർഫോർ ദ എഫക്ട്സ് ഓഫ് കൺസ്യൂമിങ് സച്ച് ഹൈ ലെവൽ ഓഫ് ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ആർ അൺനോൺ. അതേപോലെ ഈ ഡയറ്റിലുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് സോഡിയം ഇൻടേക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്, എക്സസീവ് ആണ്, വിച്ച് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ, കിഡ്നി ഡിസീസ് ആൻഡ് അതർ നെഗറ്റീവ് ഹെൽത്ത് ഔട്ട്കംസ്. Red and processed meat intake also have been linked to higher rates of certain types of cancer, including colon and rectal cancer. അതേപോലെ തന്നെ ലാക്ക് ചിലപ്പോൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് ബെനിഫിഷ്യൽ പ്ലാന്റ് കോമ്പൗണ്ട്സ്. ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് പ്രൊവൈഡ് ഫൈബർ. അയാൾക്ക് ഫൈബർ വേണ്ട, നിങ്ങൾ ചിലപ്പോൾ ഫൈബർ വേണ്ടി വരും. അതേപോലെ ഇതിനകത്ത് ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മേ നോട്ട് ബി സ്യൂട്ടഡ് ഫോർ സം പോപ്പുലേഷൻ. ചില ആളുകൾക്ക് പറ്റില്ല. ആ ചില ആളിൽ നിങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു ഹെൽത്ത് എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട, ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ,
Those who need to limit their protein intake, including people with chronic kidney disease, should not follow the diet. കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ദോസ് ഹു ആർ സെൻസിറ്റീവ് ടു ദ കൊളസ്ട്രോൾ ഇൻ ഫുഡ്, ഫുഡിൻ്റെ കൊളസ്ട്രോളിനോട് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഡയറ്റ് എടുക്കുന്ന സമയത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ ഇത് അത്രയധികം കഴിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അണ്ണാ ഞാൻ അങ്ങ് ഡെയിലി ഒരു 2 കിലോ ബീഫ് കഴിക്കട്ടെ എന്ന് വെച്ചാൽ കഴിച്ചോ മൊത്തം അള്ള ഉണ്ടാക്കിയേക്കണം ഇതിനു വേണ്ടിയല്ല എന്ന് പുള്ളി പറയും. Certain population with a special nutrients need would likely not meet them on the carnivore diet. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന, അത് തൊഴിലാക്കി വെച്ചിരിക്കുന്ന ആളുകൾ, അവർക്കത് ചെയ്യാം. ദേ ആർ പ്രിവിലേജ്ഡ്. അവർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുക, വർക്കൗട്ട് ചെയ്യുക. പക്ഷെ നിങ്ങളങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഡയറ്റ് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ പണി കിട്ടുന്ന വിഭാഗത്തിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സോൺസ് ഉണ്ട്. ഇപ്പോൾ ബ്ലൂ സോൺസിനെ നമ്മൾ ലോകവ്യാപകമായിട്ട് മനസ്സിലാക്കുന്നത്, ആ ഒരു സോൺസിലുള്ള ആളുകൾക്ക് ആയുർദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. പ്രായം കൂടുമ്പോഴും പ്രായാധിക്യം കൊണ്ടുള്ള രോഗങ്ങൾ അവർക്ക് വളരെ കുറവായിരിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു 5-6 ബ്ലൂ സോൺസിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, ചില വില്ലേജസിലുള്ള ആളുകൾ, ചില റീജിയണിൽ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ആരോഗ്യം, അതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് ഈ റെഡ് മീറ്റിൻ്റെ അമിത ഉപയോഗം കാണാനായിട്ട് സാധിക്കത്തില്ല. മെഡിസിൻ്റെ തന്നെ ഒരു റിസർച്ചിൽ 2019 ആളുകൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്, ചില ആളുകൾക്ക് ഇത് ബെനിഫിഷ്യലാണ്, എന്നാൽ ചില ആളുകൾക്ക് ഇത് ബെനിഫിഷ്യൽ അല്ല. ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് ചില പ്രത്യേക കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം റെഡ് മീറ്റ് എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള, റിസർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേയധികം സൈഡ് എഫക്ട്സും ഉള്ളത് കൊണ്ട് ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ ആ ഒരു ബ്ലൂ സോൺസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇൻസ്റ്റാ കോഴ്സുകൾക്ക് നല്ലൊരു കാര്യമായിരിക്കും. ടോപ്പ് 5 ബ്ലൂ സോൺസിനെ കുറിച്ചിട്ട് പറയാം. ഒക്കിനാവ ജപ്പാൻ, സാർഡിനിയ ഇറ്റലി, നിക്കോയ പെനിൻസുല കോസ്റ്ററിക്ക, ഇക്കാരിയ ഗ്രീസ്, ലൊമലിൻഡ കാലിഫോർണിയ USA. ഈ ബ്ലൂ സോൺസിലുള്ള ആളുകളുടെ കോമൺ ലൈഫ് സ്റ്റൈലുകളെ കുറിച്ചിട്ട്, അവരുടെ ഒരു ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം. കോൾ ദ പവർ 9 എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നാച്ചുറൽ മൂവ്മെൻറ്റ്. അവർ കൂടുതലായിട്ട് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഇടപെടുന്ന ആളുകളാണ്. അവർ കൃഷി ചെയ്യാറുണ്ട്, ഗാർഡനിങ് ചെയ്യാറുണ്ട്, കൂടുതലായിട്ട് നടക്കാറുണ്ട്. പർപ്പസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇക്കിഗായി എന്ന് പറയുന്ന ഒരു ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഇക്കിഗായി ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ അവർ പറയുന്നത്, പീപ്പിൾ ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് പർപ്പസ്. ഇക്കിഗായി ഇൻ ഒക്കിനാവ, പ്ലാൻ ഡി വിഡ ഇൻ നിക്കോയ, സ്ട്രെസ് റിഡക്ഷൻ, റെഗുലർ റുട്ടീൻസ് ടു റിലീവ് സ്ട്രെസ്. അവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കും, ഇടയ്ക്കൊക്കെ ചെറിയ പവർ നാപ്പുകൾ അല്ലെങ്കിൽ നാപ്പുകൾ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു വിശ്രമം, ഉറക്കം. അതേപോലെ തന്നെ ടീ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം, അവർ ഗ്രീൻ ടീ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൽ ചില ആളുകൾ നോർമൽ ടീ ഉപയോഗിക്കുന്നുണ്ട്. 80% റൂള്. അപ്പോൾ അതിനകത്ത് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, 80% മാത്രമേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയുന്നതിൻ്റെ 80%. നമുക്ക് ഇനിയും വേണം എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാൻ വയറിൽ സ്ഥലമുണ്ട്, നമ്മളുടെ വയറ് നിറഞ്ഞു, എന്നാലും നമുക്ക് ഇഷ്ടം കൊണ്ടോ കൊതി കൊണ്ടോ നമ്മൾ കഴിക്കണമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നിർത്തും. ഇപ്പോൾ ഈ ചെങ്ങായിയൊക്കെ സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ് ഈ പ്ലാൻ ബേസ്ഡ് ഡയറ്റ്? പണ്ടൊക്കെ ആളുകൾ രാവിലെ ഇറങ്ങുന്നു, പോത്ത് വന്ന് ഫ്രണ്ട് നിൽക്കുന്നു, വെട്ടിവെച്ചിടുന്നു, അല്ലെങ്കിൽ അമ്പ് ചെയ്തും കല്ല് ഇറക്കി എറിഞ്ഞ് അതിനെ എറിയേണ്ട ആവശ്യമില്ലല്ലോ, അതവിടെ നിൽക്കുവാണല്ലോ. ഇയാളുടെ കോൺസെപ്റ്റിൽ അങ്ങനെയാണ്. പണ്ടത്തെ മനുഷ്യന്മാർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, അവർ രാവിലെ തന്നെ ബീഫ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, അവർക്ക് ധാരാളം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഈ മീറ്റും അവരുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. കിട്ടുന്ന സമയത്ത് അവരതും കഴിച്ചിരുന്നു. കൂടുതലായിട്ടും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് തന്നെയായിരുന്നു പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. കാരണം ഈ വലിയ വന്യമൃഗങ്ങളോടൊക്കെ മല്ലിടാനായിട്ടുള്ള പവറൊന്നും ആദ്യകാലത്തെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ ടൂൾസൊക്കെ ഉണ്ടാക്കിയത് ആ ഒരു പവർ കുറവുള്ളത് കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പ്ലാൻ ബേസ്ഡ് ഡയറ്റ്. മീൽസ് ആർ റിച്ച് ഇൻ വെജിറ്റബിൾസ്, ബീൻസ് ആൻഡ് ലെഗൂംസ്, മിനിമൽ മീറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആയുർദൈർഘ്യമുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. വേറെ ഒരു മനുഷ്യന്മാരും
ഇവരെക്കാളും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഈ ബ്ലൂ സോൺസിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. മോഡറേറ്റ് ആൽക്കഹോൾ ഇൻടേക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്നാൽ ഈ ആളുകൾക്കിടയിൽ മോഡറേറ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ട് എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. റെഡ് വൈൻ്റെ ഒക്കെ ഒരു യൂസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ബിലോങ്ങിങ്, മോസ്റ്റ് റെസിഡൻസ് ബിലോങ് ടു എ ഫെയ്ത്ത് ബേസ്ഡ് കമ്മ്യൂണിറ്റി. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ മറ്റേ RSSകാരും അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളും പിന്നെ മറ്റേ കാക്കാസും ഒന്നും ആഘോഷിക്കുന്ന പോലുള്ള വിശ്വാസത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്. ചില വിശ്വാസങ്ങളിൽ അടിയുറച്ച് സമാധാനപരമായിട്ട് അവർക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ലവ്ഡ് വൺസ് ഫസ്റ്റ്, സ്ട്രോങ് ഫാമിലി ടൈസ് ആൻഡ് മൾട്ടി ജനറേഷണൽ ലിവിങ് എന്ന് പറഞ്ഞാൽ അവർ തലമുറകളായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ആളുകളായിരിക്കും, കടുത്ത ഫാമിലി ബോണ്ടുള്ള ആളുകളായിരിക്കും. അവരുടെ ഒരു പ്രൈമറി പരിപാടി എന്ന് പറയുന്നത് കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ട്രൈബ്, സോഷ്യൽ സർക്കിൾസ് ദാറ്റ് സപ്പോർട്ട് ഹെൽത്തി ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും കൂടെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഇതിനകത്ത് പറയാതെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് കടുത്ത മാനസിക സംഘർഷങ്ങളോ സ്ട്രെസ്സുകളോ ഒന്നുമില്ല. ഇവർ വളരെ സമാധാനപരമായിട്ട് ഒരു റുട്ടീനിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലെ കുറേ എണ്ണത്തിന് കാരണമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒഴിവാക്കപ്പെടും. പിന്നെ അവരുടെ പ്രകൃതി എന്ന് പറയുന്നത് അത്രയധികം പൊല്യൂട്ടഡ് അല്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വിദേശ ശക്തികളാണ്, സ്പോൺസേഡ് സ്റ്റഡീസ് ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ഒരു സ്റ്റഡി ഉണ്ട്, ഹൻസ വില്ലേജ്, ഹൻസ വാലി, ദ ഒറിജിനൽ ശങ്കരില്ല. ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള ഒരു സ്ഥലമാണ്. പീപ്പിൾ വു ലിവ് ഇൻ ദ ഹൻസ വാലി ഇൻ നോർത്തേൺ പാകിസ്ഥാൻ ആർ അമോങ് ഗ്രൂപ്പ്സ് ഓഫ് ലോങ് ലിവ്ഡ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ബ്ലൂ സോണിൽ ഡയറക്റ്റ് ഉൾപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇവരുടെ ആ ഒരു രോഗങ്ങൾ കുറവുള്ള ഒരു അവസ്ഥയെക്കുറിച്ചിട്ടും പൂർണ്ണമായിട്ടും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ഈറ്റ് മോർ പ്രൊഡ്യൂസ് ആൻഡ് ലെസ് മീറ്റ് ഇൻ ദെയർ ഡയറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി വെൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നമുക്കിത് വായിക്കാനായിട്ട് പറ്റും. അവർ മീറ്റ് വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. ജനറലി നോട്ട് സ്മോക്ക്, ജസ്റ്റ് 47 ഓഫ് ദ സ്റ്റഡി ഗ്രൂപ്പ് വെയർ സ്മോക്കേഴ്സ്. ബി ഫിസിക്കലി ആക്റ്റീവ്, ഹാവ് കമ്പാരിറ്റീവ്ലി ലോ റേറ്റ്സ് ഓഫ് ഒബേസിറ്റി. ഹൻസ വാലിയുടെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ സംസാരിക്കുന്നുണ്ട്. There is evidence to suggest some people in the Hansa region are eating more meat than they once did. ഒരു കാലത്ത് കഴിച്ചിരുന്നതിനേക്കാളും കൂടുതൽ മീറ്റ് അവർ കഴിക്കാറുണ്ട്. പക്ഷേ ഓൺ ബാലൻസ് ദ ഹൻസ പീപ്പിൾ കൺസ്യൂം എ മോസ്റ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്. ഈറ്റൻ റോ ആപ്രിക്കോട്ട്സ്, ചെറീസ്, ഗ്രേപ്സ് ആർ ഓൾ കൾട്ടിവേറ്റഡ് ബൈ ദ ഹൻസ. They also eat a lot of grains, wheat, barley and millet and chapati, their daily bread. What they don't eat are processed food. Processed food അവർ തീരെ കഴിക്കാറില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞത്, ഇൻസ്റ്റൻറ്റ് കോച്ചുകളുടെ പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും വിളമ്പാൻ പറ്റുന്ന ഐറ്റം പിടിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ബീഫ് മാത്രം കഴിച്ചിട്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് എത്ര കാലം ഫോളോ ചെയ്യാൻ പറ്റും? ഇതൊട്ടും റിലയബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റല്ല. ഇപ്പം നിങ്ങൾ സാധാരണ മനുഷ്യന്മാരെ പോലെ ജോലിക്ക് പോകുന്ന കോച്ചസിന് വേറെ പരിപാടിയൊന്നുമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കുക, ആളുകൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ, ഉപദേശങ്ങൾ കൊടുക്കുക, മീറ്റ് കുക്ക് ചെയ്യുക, ആ പരിപാടി മതി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ ഡേ ടു ഡേ ബേസിസിൽ ഓരോ കാര്യങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എത്ര ദിവസം ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും? നിങ്ങൾ മറ്റ് സാധാരണ മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റ് സാധാരണ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരും. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട, ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഏതൊക്കെ ഭക്ഷണം എനിക്ക് കഴിക്കണ്ട എന്നൊന്നും പരിശോധിക്കാനായിട്ട് പറ്റത്തില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ നമുക്ക് തന്നെ അറിയാം ഏത് കഴിച്ചാലാണ് പ്രശ്നം, ഏതാണ് കുറച്ച് കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം മിതമായിട്ട് വളരെ ആവശ്യത്തിന് മാത്രം കഴിക്കുക, എല്ലാം കഴിക്കാനായിട്ട് ശ്രമിക്കുക, എല്ലാം ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, കഴിക്കാൻ വേണ്ടി ജീവിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കധികം കാലം ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ഒത്തിരിയധികം ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട്. ഭക്ഷ്യ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാത്തിൽ നിന്നും മിതമായിട്ട് തന്നെ എടുത്ത് കഴിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകളും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ആരോഗ്യം, അവരുടെ ജനറ്റിക്സ് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചങ്ങായി പറയുന്ന അയാളുടെ ജനിതകം വെച്ചിട്ട്, അയാളുടെ ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യം നമ്മളെല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഈ ഒരു മേഖലയിലൊന്നും വലിയ കാര്യമായിട്ടുള്ള അറിവില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പരിപാടി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ
മറ്റേ ആ കൊച്ച് വാട്ടർ ഡയറ്റ് എടുത്ത് തട്ടിപ്പോയതുപോലെ തട്ടിപ്പോവേണ്ട സാഹചര്യം ഉണ്ടാവും. ഈ സ്മോക്ക്ഡ് ഫുഡ് ബീഫ് എങ്ങനെ കിട്ടിയാലും കഴിച്ചോളുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വാദം. എത്ര മസാല ഇട്ടാലും കുഴപ്പമില്ല, സ്മോക്ക് ചെയ്താലും കുഴപ്പമില്ല, അടിച്ച് കയറ്റിക്കൊള്ളുക, ബീഫ് കഴിച്ചാൽ മതി. അയാളുടെ ആ ഒരു റീലുകളിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്ത് രൂപത്തിലെങ്കിലും കുറേ ബീഫ് കയറ്റിയാൽ മതി, വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കാർണിവോർ ഡയറ്റ് ആണെങ്കിലും കീറ്റോ ഡയറ്റ് ആണെങ്കിലും ഫാറ്റ് കൂടുതൽ കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അതിൽ പല വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്താം. പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനായിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണോ ഇറച്ചിക്കടയുടെ പ്രൊമോഷൻ പോലെ എപ്പോഴും ഇറച്ചി കഴിക്കുക, ബീഫ് കഴിക്കുക എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ബീഫൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളും ഇത് കഴിക്കുന്ന ആളുകളുമാണ്. പക്ഷെ അത് മാത്രം കഴിക്കുന്ന ഒരു ഡയറ്റ് പരിപാടിയൊക്കെ കേരളത്തിൽ സ്വന്തമായിട്ട് രൂപപ്പെടുത്തി പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്, അത് എവിടെ നിന്നെങ്കിലും കുറച്ച് മുറി അറിവ് കിട്ടി. കീറ്റോയെ കുറിച്ചിട്ടും കാർണിവോയെ കുറിച്ചിട്ടും കുറച്ച് മുറി അറിവ് കിട്ടി. എന്നാൽ അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല. കാരണം പുതിയൊരു ഐറ്റം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടുന്ന സമയത്ത് എന്തെങ്കിലും വേണം എന്നുള്ള രീതിയിൽ അത് എടുക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തട്ടിക്കൂട്ട് സ്റ്റഡിയും പരിപാടിയൊക്കെ ഉണ്ടാവുന്നു. ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പം ലോകാരോഗ്യ സംഘടനയെ ക്യാൻസൽ ചെയ്യുന്നു, നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ റിസോഴ്സുകളെ ക്യാൻസൽ ചെയ്യുന്നു, എല്ലാവരെയും ക്യാൻസൽ ചെയ്യുന്നു, ഡോക്ടേഴ്സിനെ എല്ലാവരെയും ക്യാൻസൽ ചെയ്യുന്നു. ഡോക്ടേഴ്സിന് ന്യൂട്രീഷനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ന്യൂട്രീഷൻ്റെ അഡ്വൈസ് ഒരിക്കലും ഡോക്ടേഴ്സിനോട് ചോദിക്കരുത്. ഇവിടെ ഈ യുനാനിക്കും അക്കൂസ്പഞ്ചറിനും മറ്റേ ആയുർവേദത്തിൻ്റെ ചില വെറൈറ്റികൾക്കും ഹോമിയോയ്ക്കും ഒക്കെ നല്ല അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതും അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യമുള്ളതാണോ? തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രത്യേക അത്ഭുത മിശ്രിതം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത്. ഏതൊരു കാര്യവും ശരീരത്തിൽ വ്യത്യസ്തമായിട്ട് ആദ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഉള്ള ചില ഘടകങ്ങളൊക്കെ കാണിച്ചെന്ന് വരാം. പക്ഷെ ഇത് നമുക്ക് എത്രത്തോളം തുടരാൻ പറ്റും, ഇത് സ്ഥിരമായിട്ട് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ പറ്റുന്നതാണോ എന്നുള്ള ആലോചിച്ചിട്ട് വേണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആലോചിച്ചൊക്കെ ബീഫ് മാത്രം കഴിച്ച് എത്ര കാലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഭക്ഷണം റിപ്പീറ്റഡ് ആയിട്ട് എത്ര ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റും? ജീവിതം തന്നെ വെറുത്തു പോകും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം മിതമായിട്ട് എല്ലാവർക്കും ഉൾപ്പെടുത്തി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ പിടിക്കുക. അവരുടെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയിട്ട് ഓക്കെ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിട്ട് 10 കിലോ കുറഞ്ഞു, 15 കിലോ കുറഞ്ഞു, നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ബീഫ് മാത്രം കഴിച്ച് 15 കിലോ കുറഞ്ഞു. അടുത്ത മാസം എന്നാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത മാസം ഈ പോയ 15 തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയുള്ള പണി ചെയ്യണ്ടേ? ബാലൻസ്ഡ് ആയിട്ടുള്ള പരിപാടി പിടിക്കുക. നമുക്ക് വേണ്ടത് എക്സ്പേർട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി അത്രയധികം പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി സ്ട്രെസ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചിട്ട് ഫിറ്റ്നസിനെ കുറിച്ചിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ എക്സ്പേർട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്ത് പതുക്കെ മുന്നോട്ടേക്ക് പോയാൽ മതി. ഇത്ര ആവേശം എല്ലാ കാര്യങ്ങളിലും വേണ്ട. ആവേശം നിങ്ങളെ കൊണ്ടേ കുഴി ചാടിക്കും. പെട്ടെന്നൊരു ഡയറ്റ് വരുന്നു, എടുത്ത് ഫോളോ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ വളർന്നു വന്ന, നമ്മൾ പിന്തുടർന്നു വന്ന, നമുക്ക് ജനിതകപരമായിട്ട് കിട്ടിയിരിക്കുന്ന കാരണങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളതൊക്കെ ആണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് പതുക്കെയൊക്കെ ഒരു പരിപാടിയിലേക്ക് ചാടി കിടക്കുക. ഇപ്പോൾ ആ ഒരു 5 ബ്ലൂ സോണിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. അവരുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവരൊന്നും അത്ര വലിയ തടിയന്മാരൊന്നുമല്ല, ഓവർ വെയിറ്റ് ഉള്ള ആളുകളൊന്നുമല്ല. അവരൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വേണ്ട വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഇതിപ്പം യൂട്യൂബിൽ കുറേ വീഡിയോ വന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുമില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ NRI ടൈം ഇൻഷുറൻസിനെ കുറിച്ച് മറക്കേണ്ട. NRIസിനൊക്കെ 23% വരെ ഡിസ്കൗണ്ടോടെ കമ്പയർ ചെയ്ത് ടൈം ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവയ്ക്കുക. നന്ദി.